വിവാഹ ചടങ്ങുകൾക്കിടയിലും വോട്ടവകാശം രേഖപ്പെടുത്താൻ എത്തി നവദമ്പതികൾ. ആലുവ എടയപ്പുറം സ്വദേശി മനോഹറിന്റെ മകൾ അഖിലയാണ് കതിർ മണ്ഡപത്തിൽ നിന്ന് ഭർത്താവ് ശരത്തിനൊപ്പം പോളിംഗ് ബൂത്തിൽ എത്തിയത്. ആലുവ എടയപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ താലികെട്ടൽ ചടങ്ങിന് ശേഷം നവവധു അഖില നേരെ ചെന്ന് കയറിയത് പോളിംഗ് ബൂത്തിലേക്കാണ്. ഭർത്താവ് ശരത്തിനൊപ്പമാണ് അഖില ബൂത്തിലെത്തിയത്. അണിഞ്ഞൊരുങ്ങി വോട്ട് ചെയ്യാനെത്തിയ നവദമ്പതികൾക്കായി നീണ്ട നിര വഴിമാറി. അഖിലയ്ക്ക് MMC LP സ്കൂളിലായിരുന്നു വോട്ട്. തൊട്ടടുത്ത ഹാളിൽ നടന്ന വിവാഹ സൽക്കാര ചടങ്ങുകൾക്കിടെയായിരുന്നു നവവധു വോട്ട് ചെയ്യാനെത്തിയത്. എത്ര തിരക്കുണ്ടെങ്കിലും വോട്ട് ചെയ്യണമെന്ന നിർബന്ധമുണ്ടായിരുന്നുവെന്ന് അഖില പറയുന്നു. ദിവസമായതുകൊണ്ട് വോട്ട് ചെയ്യണമല്ലോ, അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അതിനൊപ്പം കയറിയത്. പിന്നെ ജനാധിപത്യത്തില് ഒരു വോട്ട് ചെയ്യേണ്ടത് ഓരോ പൗരന്റെ കടമയാണ്, അതുകൊണ്ടാണ്. വോട്ട് അങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ, ഒരു പൗരന്റെ കടമയല്ലേ ഇത്. ഏഴിക്കര സ്വദേശിയാണ് വരൻ ശരത്. ഇദ്ദേഹം സ്വകാര്യ ബാങ്കിൽ മാനേജറാണ്. BA BEd ബിരുദധാരിയാണ് അഖില. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടറായ ഇഷ കിഷോർ ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം വ്യക്തിത്വത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇഷ. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്